ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. വഡോദരയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ത്രസിപ്പിക്കുന്ന വിജയമാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത്. വിരാട് കോഹ്ലിയുടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് കരുത്തായി മാറിയത്. രണ്ടാം ഏകദിനത്തിന് രാജ്കോട്ടിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് കേൾക്കുന്നത് അത്ര നല്ല വാർത്തയല്ല. ടീമിന്റെ സന്തുലിതാവസ്ഥയിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന വാഷിംഗ്ടൺ സുന്ദർ പരിക്കിനെ തുടർന്ന് പരമ്പരയിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. സുന്ദറിന് പകരം ആര് പ്ലേയിങ് 11ലേക്ക് എത്തും? സുന്ദറിന് പകരക്കാരനായി സ്ക്വാഡിലേക്ക് വിളിച്ചിരിക്കുന്നത് യുവതാരം ആയുഷ് ബദോനിയെയാണ്. ഇതാദ്യമായാണ് ബദോനിക്ക് ഏകദിന ടീമിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. എന്നാൽ നേരിട്ട് അദ്ദേഹം പ്ലേയിങ് 11ൽ എത്തുമോ എന്ന കാര്യം സംശയമാണ്. ഈ സാഹചര്യത്തിൽ രണ്ടാം ഏകദിനത്തിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തലവേദനകളില്ലാത്തൊരു ഫോർമാറ്റാണ് ഏകദിന ഫോർമാറ്റ്. എന്തായാലും ഓപ്പണർമാരായി ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും തന്നെ കളത്തിലിറങ്ങും. ആദ്യ ഏകദിനത്തിൽ ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറ പാകിയ പ്രകടനം ശുഭ്മാൻ ഗില്ലിന് രണ്ടാം ഏകദിനത്തിലും ആവർത്തിക്കാനാകുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. രോഹിത്തിനെ സംബന്ധിച്ച് ആദ്യ ഏകദിനത്തിൽ ലഭിച്ച മികച്ച തുടക്കം മുതലാക്കാനായില്ല എന്ന നിരാശയുണ്ട്. എന്നാൽ രണ്ടാം ഏകദിനത്തിൽ രോഹിത് മികച്ച പ്രകടനം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ എന്നിവർ കൂടി എത്തുമ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിര ശക്തമാണെന്ന് തന്നെ പറയേണ്ടതായി വരും. ലോവർ മിഡിൽ ഓർഡറിൽ രവീന്ദ്ര ജഡേജ ഇന്ത്യക്കായി ടീമിൽ തുടരുമെങ്കിലും ഇവിടെയാണ് മാറ്റം വരുന്നത്. സുന്ദർ പുറത്തായതോടെ 3 ഓപ്ഷനുകളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്: നിതീഷ് റെഡ്ഡി, ആയുഷ് ബദോനി, ധ്രുവ് ജുറൽ. രാജ്കോട്ടിലെ റണ്ണൊഴുകുന്ന പിച്ചിൽ ഓൾറൗണ്ടർമാരുടെ പ്രകടനം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നിർണായകമാണ്. ബാറ്റിംഗ് ഡെപ്തും ഒപ്പം ബോളിംഗ് ഓപ്ഷനുകളും പരിഗണിക്കുമ്പോൾ ജുറലിന് വിളി ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. ആദ്യ മത്സരത്തിൽ കളിക്കാതിരുന്ന നിതീഷ് റെഡ്ഡിയെ കളിപ്പിച്ചാൽ ഇന്ത്യയുടെ സ്പിൻ ഓപ്ഷൻ രവീന്ദ്ര ജഡേജയിലും കുൽദീപ് യാദവിലും ഒതുങ്ങും. പകരക്കാരനായി സ്ക്വാഡിലെത്തിയ ആയുഷ് ബദോനിയെ കളിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമുണ്ടാകില്ല. 3 സ്പിന്നർമാരെയാണ് ഇന്ത്യ കളിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് എന്നിവർക്കൊപ്പം ആയുഷ് ബദോനിയുടെ അരങ്ങേറ്റം പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി ടീമിൽ ഇടം കണ്ടെത്തും. പേസർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ഹർഷിത് റാണയുടെ പ്രകടനമാണ്. ആദ്യ മത്സരത്തിൽ നിർണായക വിക്കറ്റുകൾ വീഴ്ത്തുകയും ബാറ്റിംഗിൽ തിളങ്ങുകയും ചെയ്തതോടെ ഹർഷിത് ടീമിലെ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. മുഹമ്മദ് സിറാജ് ടീമിൽ സ്ഥാനം നിലനിർത്തുമ്പോൾ അർഷ്ദീപ് സിംഗ് തിരിച്ചു വന്നേക്കും എന്നാണ് സൂചനകൾ. അങ്ങനെ വരുമ്പോൾ പ്രസിദ്ധ് കൃഷ്ണ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി നിതീഷിനെ പേസ് ബോളിംഗ് ഓപ്ഷനായും ബദോനിയെ സ്പിൻ ഓപ്ഷനായും പരിഗണിക്കുകയാണെങ്കിൽ പ്രസിദ്ധ് കൃഷ്ണ പുറത്തായാലും അർഷ്ദീപ് ടീമിലെത്തില്ല. ചുരുക്കി പറഞ്ഞാൽ 2 മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കേണ്ടത്. വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായി ആയുഷ് ബദോനിയോ നിതീഷ് കുമാർ റെഡ്ഡിയോ കളിച്ചേക്കും. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം അർഷ്ദീപ് കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കാനാണ് സാധ്യതയെന്ന് നോക്കാം. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗില്ല്, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി അല്ലെങ്കിൽ ആയുഷ് ബദോനി, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ്. രാജ്കോട്ടിൽ ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഗില്ലും സംഘവും. റണ്ണൊഴുകുന്ന പിച്ചിൽ ടോസ് നിർണായക ഘടകമായി മാറും. ബാറ്റിംഗ് വിസ്ഫോടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി കളിക്കണോ അതോ ആയുഷ് ബദോനിയെ പരീക്ഷിക്കണോ? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.